മല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ FA കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഈ വീക്കെൻഡിൽ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബോൺമൗത്ത് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. ഫസ്റ്റ് ഹാഫിൽ 1-0 പിറകിൽ പോയെങ്കിലും സെക്കൻഡ് ഹാഫിൽ 2-1 വിജയമായിട്ട് സിറ്റി സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നടക്കാൻ പോകുന്നത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, ക്രിസ്റ്റൽ പാലസ് വേഴ്സസ് ആസ്റ്റൺ വില്ല സെമി ഫൈനൽസ് ആണ്. എല്ലാം കിടിലം മത്സരങ്ങളായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ബോൺമൗത്തിന്റെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ടും സിറ്റി ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ്. ഫസ്റ്റ് ഹാഫിന്റെ ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ ഹാലണ്ടിന് കളി കില്ലിയാനുള്ള 3 കിടിലൻ ചാൻസുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു ഹെഡർ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം, അത് കുറച്ചുകൂടി ടൈറ്റ് ആയിരുന്നു. പക്ഷേ പെനാൽറ്റി ഒക്കെ മിസ്സാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലണ്ടിന്റെ കോൺഫിഡൻസിന് ഏറ്റിട്ടുള്ള ഒരു മൈനസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. കെപ്പയുടെ ഇന്നത്തെ പെർഫോമൻസ്, പുള്ളി നമ്മൾ സാധാരണ കാണാറുള്ള എമി മാർട്ടിനസിന്റെ പെർഫോമൻസ് പോലെ ഗോൾ കീപ്പർ എന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹാലണ്ടിന്റെ ഷോട്ട് പുള്ളി സേവ് ചെയ്തു. അതിനുശേഷം കിട്ടിയിട്ടുള്ള ആ ഒരു 1-on-1 ചാൻസ് പുള്ളി കെപ്പക്ക് മുകളിലൂടെ ഫ്ലിക്ക് ചെയ്യാൻ നോക്കി, അതും പുറത്തു പോയി. ഇങ്ങനെ 3 കിടിലൻ ചാൻസുകൾ ഹാലണ്ടിന്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇത് നല്ല രീതിയിൽ തന്നെ മുതലെടുക്കാൻ ബോൺമൗത്തിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. അവരാണ് കൗണ്ടർ അറ്റാക്കിലൂടെ ഫസ്റ്റ് ഹാഫിൽ ആദ്യം സ്കോർ ചെയ്യുന്നത്. ഇവിടെ മത്തായിസ് ന്യൂനസ് റൈറ്റ് വിങ് എന്ന് ലെഫ്റ്റ് വിങ്ങിലെ മിഡ്ഫീൽഡിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു പാസ് ബോൺമൗത്ത് ഇടയ്ക്കൊന്ന് പിടിച്ചെടുക്കുന്നു. റൈറ്റ് വിങ്ങിലൂടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസ് പോസ്റ്റിലേക്ക് ഇടുകയാണ്. ഇവിടെയാണ് ജസ്റ്റിൻ ക്ലൈവേർട്ടിന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. എഡേഴ്സിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് പുള്ളിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ടച്ച്, ആ ബോള് പോസ്റ്റിന്റെ അടുത്തേക്ക് വന്നു. ഇവിടെ ഇവാനിൽസൺ ഒരു സിമ്പിൾ ടച്ചോടെ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, അങ്ങനെ 1-0 ലീഡിലേക്ക് ഫസ്റ്റ് ഹാഫിൽ ബോൺമൗത്ത് വരികയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് സെമീനിയോയുടെ ഒരു പെർഫോമൻസ് ആണ്. ഇപ്പൊ സെമീനിയോ പുള്ളിയുടെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിസിക്ക് വെച്ചിട്ട് തന്നെ ആ ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ന്യൂനസിനെ പെട്ടെന്ന് തന്നെ ക്ലോസ് ഡൗൺ ചെയ്യുന്നു, മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ട് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മാത്രമല്ല പുള്ളിയുടെ സ്പീഡ് ചില അവസരത്തിലൊക്കെ കൊസനോവിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ഹാഫിൽ പ്രശ്നങ്ങൾ സിറ്റിയുടെ ഓവറോൾ സെറ്റപ്പിൽ ഉണ്ടായിരുന്നു. ഇത് മാറ്റാൻ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പെപ്പിന് കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും. പുള്ളി കൊണ്ടുവന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ സ്പോട്ട് ഓൺ ആയി എന്ന് പറയേണ്ടി വരും. ഇവിടെ ഓരേലിയെ വളരെ കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കൊണ്ടുവരുന്നു. പുള്ളിയാണ് ആ ഒരു ബ്രേക്കിംഗ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി സിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കൗണ്ടർ ഓപ്പർച്യൂണിറ്റി സിറ്റിയുടെ കയ്യിൽ എത്തുന്നു. ലെഫ്റ്റ് വിങ്ങിലൂടെ ഓറയിലൂടെ ആ ഒരു റണ്ണുണ്ട്. ബ്രില്യൻ്റ് റണ്ണായിരുന്നു. പുള്ളിയുടെ സ്പീഡ് കൊണ്ട് മാത്രമാണ് ബോൺമൗത്തിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു കിടിലം പാസ് റൈറ്റ് വിങ്ങിലുള്ള ഹാലണ്ടിന്റെ കാലിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അതൊരു ടാപ്പിൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കെപ്പക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഔട്ട് ഓഫ് നോവെയർ 1-1 സിറ്റി കളിയിലേക്ക് തിരിച്ചു വരികയാണ്. അതിനുശേഷം ഒമർ മാർമുഷിനെ കളിയിലേക്ക് കൊണ്ടുവരാൻ പെപ്പിന് സാധിച്ചു. പുള്ളിയുടെ ഇമ്പാക്റ്റും വളരെ വളരെ കൃത്യമായിട്ട് ഇന്നത്തെ മത്സരത്തിലുണ്ടായിരുന്നു. 69ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഗോളോടെ 2-1 എന്നുള്ള സ്കോറിലേക്ക് സിറ്റി എത്തിക്കുകയാണ്. ബോൺമൗത്തിന്റെ ഒരു 3-4 ഇരട്ടി ചാൻസുകൾ സിറ്റിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. 17ഓളം ചാൻസുകൾ, 67% പൊസിഷൻ സിറ്റിയുടെ കയ്യിലായിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള കൗണ്ടറുകൾ കൊണ്ടുവരാൻ ബോൺമൗത്തിന് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവസാന നിമിഷം വരെ പിടിച്ചു നിന്നെങ്കിലും സിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ ബോൺമൗത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-1 എന്നുള്ള സ്കോറോടെ സിറ്റി സെമിഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. ഈ വർഷം പ്രാക്ടിക്കലായിട്ട് നേടാൻ പറ്റുന്ന ഒരു കപ്പാണ്. പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ കപ്പ് അടിക്കുക എന്നുള്ളതായിരിക്കും ഒരു ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആയിട്ട് പുള്ളിയുടെ മുമ്പിലുള്ളത്. ഇവിടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ കാര്യം എടുത്തു പറയണം. ബ്രൈറ്റനെതിരെ പെനാൽറ്റിയിലേക്ക് പോയ മത്സരത്തിൽ അവര് പെനാൽറ്റിയിൽ മുമ്പോട്ട് പോയി എന്ന് പറയേണ്ടി വരും. ഇവിടെ നമ്മൾ ന്യൂനോ സ്പിരിറ്റോ സാന്റോസിന്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. 34 വർഷത്തിന് ശേഷമാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഒരു കപ്പ് കോമ്പറ്റീഷന്റെ സെമിഫൈനലിലേക്ക് എത്തുന്നത്. ഇവിടെ EPL 3-ാം സ്ഥാനത്ത്
കോമ്പറ്റീഷനിൽ സെമി ഫൈനലിൽ എത്തി. അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സീസൺ തന്നെയാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഇതുവരെയുള്ള പെർഫോമൻസിലൂടെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. എന്തായാലും ഒരു കിടിലം സെമി ഫൈനലുകളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ വില്ല ക്രിസ്റ്റൽ പാലസ് മത്സരം നോക്കിയാലും ക്രിസ്റ്റൽ പാലസ് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ഗോള് പോലും കൺസീഡ് ചെയ്യുന്നില്ല. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് അവരുടെ സൈഡിലുണ്ട്. ഒരു എംബ്രിക്ക് ആ ഒരു ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.